ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൻ ലൈഫ് ഗീവ്സ് യു ടാങ്കറിൻ എന്നൊരു സൗത്ത് കൊറിയൻ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത്രയും നാളത്തെ ദുരിത ജീവിതത്തിന് ശേഷം ഏറ്റവും അവസാനം ഏസനും ഗ്വൻസിക്കിനും ഭാഗ്യം തെളിഞ്ഞതും അവരുടെ റെസ്റ്റോറൻറ്റ് ഒന്ന് മെച്ചപ്പിടിച്ച് അവരുടെ മക്കൾക്ക് നല്ലൊരു ജോലിയും ബിസിനസ് ഐഡിയാസൊക്കെ കിട്ടിയതും അവരങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ആക്ട്രസ് ഒക്കെ വന്ന് അവരുടെ റെസ്റ്റോറൻറ്റിന് നല്ലതായി കണ്ട് സംസാരിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് ഇപ്പം നിറച്ച ആൾക്കാരൊക്കെ വന്ന് അവരുടെ റെസ്റ്റോറൻറ്റിന് ഇപ്പോൾ നല്ല ബിസിനസ് തന്നെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതേസമയം ബൂവും ഇപ്പോൾ അവൻ്റെ ഫാമിലി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് തൻ്റെ കൊച്ചുമക്കളെ കാണാൻ വന്നിട്ട് അവരോടൊപ്പം ഇരുന്ന് കളിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഗ്വൻസിക്ക് ഇപ്പോൾ ഏസിൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്കിപ്പോൾ തിരക്ക് കൂടി വരല്ലേ, ഇവിടുത്തെ എല്ലാ പണിയും നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലെന്നും പുറത്തുനിന്ന് ആരെങ്കിലും വെക്കണമെന്നും ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഏസൻ പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പം അവൾ ചെയ്യുന്ന ജോലികളെല്ലാം വളരെ സന്തോഷത്തോടെയാണ് അവൾ ചെയ്യുന്നത്. മാത്രമല്ല അന്ന് വൈകുന്നേരം അവർ തിരിച്ചു പോകുന്ന സമയത്ത് ഇപ്പോഴാണ് ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന് ശേഷം അവരുടെ ജീവിതത്തിലേക്ക് കുറച്ച് വെളിച്ചവും സന്തോഷമൊക്കെ വന്നതെന്നും ഇങ്ങനെ തന്നെ ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും ഏസൻ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഏസിന് ഒരു കോള് വരുന്നുണ്ട്. വിളിച്ചത് മ്യങ്ങാണ്. അങ്ങനെ അവൾ ഓടിപ്പെടഞ്ഞ് മ്യങ്ങിന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യങ്ങിന്റെ കുട്ടി ഇപ്പം വലുതായിട്ട് ഒരു 5-6 വയസ്സ് പ്രായമുള്ള സമയത്ത് അവൾ കൊടുക്കുന്ന ഫുഡൊന്നും കഴിക്കാതെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ഭ്രാന്ത് പിടിച്ചിട്ടാണ് മ്യങ് അപ്പോൾ അവളുടെ അമ്മയായിട്ടുള്ള ഏസിനെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഏസൻ ഓടി വന്ന് കുട്ടിയെ എടുത്ത് അതിനെ സമാധാനിപ്പിച്ച് ലാസ്റ്റ് മ്യങ് അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം തിരിച്ചെത്തുമ്പോൾ അവൾ ഗൂയങ്ങനോട് പറഞ്ഞിട്ട് എൻ്റെ പാരൻസിനെ ഒരു ചെക്കപ്പിന് കൊണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ നിന്റെ ഇഷ്ടമല്ലേന്നും എന്തിനാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്നും ഗൂയങ്ങ് അവളോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൾ പിറ്റേ ദിവസം തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ ഒരുപാട് കാശ് മുടക്കി തന്നെ അവരൊരു ചെക്കപ്പിന് കൊണ്ടുവരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഏസൻ പറയുമ്പോൾ വൻസികം തനിക്ക് ചെക്കപ്പ് ഒന്നും വേണ്ട, ചെറിയൊരു ബ്ലഡ് ടെസ്റ്റ് മാത്രം മതി എന്ന് പറയുന്നുണ്ടെങ്കിലും മ്യങ് ഇപ്പം നിർബന്ധം പിടിക്കുമ്പോൾ അവർ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും അടുത്തടുത്ത് കിടത്തിയിട്ട് വൻസിക്ക് അൺകോൺഷ്യസ് ആയിട്ട് ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പണ്ടത്തെ കുറെ കാര്യങ്ങളൊക്കെ അവനിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ മരിച്ചു പോയിട്ടുള്ള 3ാമത്തെ മകനായിട്ടുള്ള ഡൊങ്ങിനെ കുറിച്ചിട്ടായിരുന്നു. കാര്യം എല്ലാവരുടെ മുമ്പിലും ഈവൻ ഏസിന്റെ മുമ്പിലായാലും ആ ഒരു കാര്യത്തിനെ കുറിച്ച് അവർ പരസ്പരം സംസാരിക്കാതെ മുമ്പോട്ട് പോയെങ്കിലും ഗ്വൻസിക്കിന്റെ ഉള്ളിൽ ഇപ്പോഴും അതൊരു വലിയ മുറിവായിട്ട് കിടക്കുന്നുണ്ടെന്ന് അന്നാണ് ഏസൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഡൊങ്ങിന്റെ മരണത്തിന് ശേഷം അവർ രണ്ടുപേരും ഇതുവരെയായിട്ടും ഡൊങ്ങിന്റെ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും പരസ്പരം സംസാരിക്കാനായിട്ട് ധൈര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചെക്കപ്പ് ഒക്കെ കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഗ്വൻസിക്കിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ ഒരു സീൻ നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു എപ്പിസോഡിൽ കണ്ടതാണ്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുമ്പോൾ ഗ്വൻസിക്ക് ഇപ്പോൾ ഒരു മലയും കയറിയിട്ട് ഡൊങ്ങിനെ അടക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ ഇരുന്ന് വളരെ ഇമോഷണൽ ആകുമ്പോൾ അതേ സെയിം സ്ഥലത്തേക്ക് ഏസനും എത്തുന്നുണ്ട്. നാളെ അവരുടെ ഡൊങ്ങിന്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നും ഇത്രയും നാളും ആരെ അറിയിക്കാണ്ടാണ് ഗ്വൻസിക്ക് തലേ ദിവസം ഇവിടെ വന്നിരുന്നതെന്നും ഏസൻ അവന്റെ ബർത്ത്ഡേ ദിവസം അവന് വേണ്ട എല്ലാ ഫുഡുമായിട്ട് ഇവിടേക്ക് വരുമ്പോൾ അവൾ അറിയാതിരിക്കാനായിട്ട് തലേ ദിവസം തന്നെ അവൻ്റെ അടുത്തേക്ക് വന്ന് അവന് ഫുഡും മിഠായിയും ഒക്കെ ഒരുപാട് കൊടുത്തിട്ട് ഗ്വൻസിക്ക് അവിടെ നിന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ ഏസൻ മനസ്സിലാക്കിയിട്ട് തലേന്ന് തന്നെ ഗ്വൻസിക്കിനെ കൈയോടെ പിടിക്കാനായിട്ട് അവളിപ്പോൾ വന്നിരിക്കുകയാണ്. എന്നിട്ട് പിന്നീട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഡൊങ്ങിന് ഒരു പക്ഷെ തൻ്റെ പാരൻസിനെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കുന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണെങ്കിൽ ഡൊങ് മരിച്ച് അതിനുശേഷം പിന്നീട് എപ്പോഴും ഏസൻ അവൻ്റെ ആ ഒരു കറി ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവന് ഇഷ്ടമുള്ള മിഠായും ഫുഡും അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു സ്പൂണൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ വെക്കുന്നതും മഴയത്തും വെയിലിലും മഞ്ഞ് പെയ്യുമ്പോഴായാലും അവൻ്റെ ഒപ്പം ഇരിക്കുന്നതും അവനെ തലോടുന്നതും ഒക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അവള് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൾ അറിയാതെ ഗ്വൻസിക്കും അവിടെ അവളുടെ അടുത്തായിട്ട് ഇരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അന്ന് രാത്രി ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് ഏസനിപ്പോൾ അവളുടെ ലൈഫിനെ തന്നെ അടിസ്ഥാനമാക്കിയിട്ട് കുറെ പോയംസ് ഒക്കെ എഴുതുകയും ഗ്വൻസിക്ക് എന്നത്തെയും പോലെ തന്നെ കട്ടയ്ക്ക് അവളുടെ ഒപ്പം നിന്ന് അവൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ തന്നെ ഗ്വൻസിക്കിന് ഒരു ഫോൺ കോൾ വരുമ്പോൾ ഗ്വൻസിക്കിന്റെ മുഖമൊക്കെ ഒന്ന് മാറി അവൻ എപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ മ്യങ് എത്തിയിട്ട് ഇതൊരു ജസ്റ്റ് ഒരു റീചെക്കപ്പ് ആണെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും പിന്നീട് മ്യങ് ഏസിന്റെ അടുത്ത് ഡോക്ടർ എന്ത് പറഞ്ഞാലും അമ്മ ധൈര്യവാനായിരിക്കണമെന്നും അച്ഛന്റെ മുമ്പിൽ വെച്ച് ഒരിക്കലും കരയരുതെന്നും ഇപ്പോൾ ഏസിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഗ്വൻസിക്ക് ഡോക്ടറെ കാണുന്ന സമയത്ത് അവരെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഗ്വൻസിക്കിന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഇപ്പോൾ ആ ഒരു ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് എല്ലാവരും തന്നെ ഷോക്ക്ഡ് ആവുന്നുണ്ട്. ഈ ഒരു സമയത്ത് മ്യങ് ആകട്ടെ ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ക്യാൻസർ ഓൾറെഡി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയതുകൊണ്ട് ഇനിയിപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ അത് കേട്ടിട്ട് അവരുടെ എല്ലാവരുടെയും നെഞ്ച് തന്നെ പൊട്ടി പോകുന്നുണ്ട്. മ്യങ് ആകട്ടെ ഇതൊക്കെ കേട്ട് കരഞ്ഞെങ്കിലും ഈസൻ എപ്പോഴും ഗ്വൻസിക്കിന് മുമ്പിൽ വെച്ച് കരയരുത് എന്ന തീരുമാനത്തിൽ കരയാതെ ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പയ്യെ ക്യാൻസറിനെതിരായിട്ടുള്ള കീമോതെറാപ്പിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഗ്വൻസിക്ക് വളരെ വളരെ വീക്കായിട്ട്
സ്റ്റെപ്പ് പോലും കയറാൻ പറ്റാത്ത രീതിയിൽ ആവുമ്പോഴും ഈസൻ എപ്പോഴും അവൻ്റെ കൂടെ നിന്ന് അവനെ ഹെൽപ്പ് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവൾ ഗ്വൻസിക്കിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ വെച്ച് ഡോക്ടറും സ്റ്റാഫുകളും ഈസന് ഒന്നും അറിയാത്ത കാരണം കൊണ്ട് അവൾ ഓരോന്നും ചെയ്യുമ്പോൾ അവളോട് ദേഷ്യപ്പെടുമ്പോൾ ഇത് കേട്ട് ഗ്വൻസിക്കിന് വളരെയധികം വിഷമവും ദേഷ്യമൊക്കെ വന്നിട്ട് തൻ്റെ വൈഫിനോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് അവനിപ്പോൾ അവരെ വാൺ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് മ്യങ് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഗ്വൻസിക്ക് ഇപ്പോൾ മ്യങ്ങിനെയും വഴക്ക് പറഞ്ഞ് എൻ്റെ അമ്മയായിട്ടുള്ള ഈസനെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് അയക്കരുതെന്നും എപ്പോഴും ഈസന്റെ ഒപ്പം നീ ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടാത്തൊരു വ്യക്തിയാണ് ഗ്വൻസിക്കെങ്കിലും ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് തനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ആകെ ഒറ്റപ്പെട്ടു പോകുമെന്നും അവൾ ആൾക്കാർ ഹേർട്ട് ചെയ്ത് സംസാരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അവൻ വളരെ ഡെസ്പായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ഗ്വൻസിക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഈസൻ നിൽക്കണ്ടെന്നും മ്യങ് എൻ്റെ ഒപ്പം രാത്രി നിന്നാൽ മതിയെന്നും പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി മ്യങ്ങിന്റെ ചെറുപ്പം മുതലുള്ള കുസൃതികളും ഓരോ കുറുമ്പുകളും ജനിച്ചതിന് ശേഷമുള്ള ഓരോ ഹാപ്പി മൊമെന്റുകളൊക്കെ പറഞ്ഞ് ഒരു രണ്ടുപേരും വളരെയധികം ഇമോഷണൽ ആകുന്നുണ്ട്. മാത്രമല്ല എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈസന് പിന്നെ ആരും ഇല്ലെന്നും മാത്രമല്ല അവളുടെ ജീവിതത്തിലെ ഓരോ ആഗ്രഹങ്ങളും തനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈസൻ എപ്പോഴും തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും ഗ്വൻസിക്കിന് വേണ്ടിയിട്ടും അവളുടെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് ഒരിക്കലും എൻ്റെ കാലശേഷം അവൾ വേദനിപ്പിക്കാതെ എപ്പോഴും അവളുടെ ഒപ്പം ഉണ്ടായിക്കോളൂന്നും അവനിപ്പോൾ മ്യങ്ങിനെ പറഞ്ഞ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുമ്പോൾ ഗ്വൻസിക്കിനെ ഇപ്പോൾ അവർ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഗ്വൻസിക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവൻ്റെ ആ ഒരു ബ്ലഡ് ക്യാൻസറിന്റെ കാര്യവും ക്ഷീണിച്ചിരിക്കുന്ന അവൻ്റെ ബോഡിയൊക്കെ കണ്ടിട്ട് ഊൺമിയാങ്ങും അവൻ്റെ ഭാര്യയും വളരെയധികം വിഷമിച്ച് കരയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നീട് അവർ ടി വി നോക്കുമ്പോൾ അതിൽ മ്യങ് വന്നിട്ട് അവളുടെ പുതിയ ബിസിനസിന്റെ ഒരു ഐഡിയ വളരെയധികം വൈറലായത് പറയുന്നുണ്ട്. മാത്രമല്ല തൻ്റെ ഈ ഒരു ബിസിനസ് ഐഡിയക്ക് പുറകിൽ ഈസനും ഗ്വൻസിക്കും ആണെന്നും പറയുമ്പോൾ ഇതെല്ലാം ടി വിയിലൂടെ കണ്ടിരിക്കുന്ന ആ ഒരു പാരൻസിന്റെ മുഖത്തുള്ള ആ ഒരു അഭിമാനവും സന്തോഷമൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ ഈസൻ ഇപ്പോൾ വളരെ സന്തോഷത്തിൽ ഗ്വൻസിക്കിന്റെ അടുത്ത് വന്നിട്ട് അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇപ്പൊ സാധിച്ചു കിട്ടിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന അവൾ എഴുതിയിട്ടുള്ള പോയിംസ് ഒക്കെ പബ്ലിഷ് ചെയ്ത ഒരു ബുക്ക് ഇപ്പോൾ ഗ്വൻസിക്കിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബുക്കൊക്കെ കണ്ടിട്ട് ഗ്വൻസിക്കിനും ഇപ്പൊ വളരെ സന്തോഷമായിട്ട് ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ പോയിംസും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഈസൻ എഴുതിയ കാരണം കൊണ്ട് അതൊക്കെ വായിച്ച് അവനിപ്പോ കരയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും കിടക്കുമ്പോൾ ഗ്വൻസിക്ക് വളരെ വിഷമത്തില് ഈസന്റെ ഒപ്പമുള്ള ആ ഒരു ജീവിതം ഇത്രയും വയസ്സായിട്ടും ഗ്വൻസിക്കിന് മതിയായിട്ടില്ലെന്നും അവൻ ഈസന് ഇപ്പോഴും പഴയതുപോലെ അത്ര ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും ഈസൻ ചെറുപ്പത്തിലെ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും തന്നെ സാധിച്ചു കൊടുക്കാനായിട്ട് ഗ്വൻസിക്കിനെ കൊണ്ട് സാധിച്ചില്ലെന്നും ഈസൻ ഗ്വൻസിക്കിനെ കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പാടുകളും സഫറിങ്ങും ഒക്കെ നിറഞ്ഞൊരു ജീവിതമാണ് ഈസൻ ജീവിച്ചതെന്നും പക്ഷെ അടുത്തൊരു ജന്മം തങ്ങൾക്കുണ്ട്, തങ്ങൾ വീണ്ടും ഒന്നിക്കുകയാണെങ്കിൽ അവളുടെ ഒന്നല്ല മറിച്ച് 10 ആഗ്രഹങ്ങൾ വരെ താൻ സാധിച്ചു കൊടുക്കുന്നു അവനിപ്പോ ഈസന് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഗ്വൻസിക്കിനിപ്പോ താൻ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കണം എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലും ഈസൻ ഒരുപാടൊന്നും വിഷമിക്കരുതെന്നും കരയരുതെന്നും എപ്പോഴും നിന്റെ ആ ഒരു ചിരിച്ച മുഖം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ എന്നും ഇപ്പൊ ഗ്വൻസിക്ക് ഈസനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ഗ്വൻസിക്ക് ഇപ്പോൾ സിക്കാണെന്നുള്ള ആ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റാതെ ഈസനും ഇപ്പൊ പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ തന്നെ ഗ്വൻസിക്കിനെ പെട്ടെന്ന് വയ്യാണ്ടായിട്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും ഇവിടെ വെച്ച് അവൻ ഈസന്റെയും തന്റെ മക്കളുടെ ഒക്കെ മുഖങ്ങൾ കാണുന്നതും ഇങ്ങനെ ഏറ്റവും അവസാനമായിട്ട് അവൻ ആ ഒരു ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുമ്പോൾ അവന്റെ മുമ്പിലായിട്ട് നിന്ന് കരയുന്ന ഈസനെ കാണുന്ന സമയത്ത് പണ്ട് കാലത്ത് നിഷ്കളങ്കമായിട്ടുള്ള ഈസന്റെ ആ ഒരു മുഖവും ചിരിയും ഒക്കെ അവനിപ്പോ ഓർമ്മ വരുന്നുണ്ട്. വീണ്ടും അവരുടെ ആ ഒരു യൂത്തിലേക്ക് അവൻ എത്തിച്ചേർന്ന് പയ്യെ പയ്യെ ഈ ഒരു ലോകത്ത് നിന്ന് അവൻ അങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈസനെയും ജീവനോളം സ്നേഹിച്ച തന്റെ കുട്ടികളെയും വിട്ടിട്ട് ഗ്വൻസിക്ക് ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഗ്വൻസിക്കിന്റെ മരണത്തിന് ശേഷം അതിന്റെ പേരിൽ ഒരുപാട് വിഷമിക്കുന്ന യങ്ങിനെയും ഈസനൊക്കെ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈസന് അവൻ പണ്ട് മുതലേ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന എല്ലാ ഹെയർ പിൻസും അവൾ സൂക്ഷിച്ചു വെച്ചതും അതൊക്കെ നോക്കിയിട്ട് ഇപ്പൊ അവൾ വളരെ ഇമോഷണൽ ആയിട്ട് ഗ്വൻസിക്കിന്റെ ആ ഒരു വേർപാട് താങ്ങാൻ പറ്റാതെ അവൾ കരയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാര്യമാണ് നമ്മളെ കാണിക്കുന്നത്. ഒരു സമയത്ത് ഈസനിപ്പോ ബസ്സിൽ ഒരു ഓർഫനേജിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ ഇവിടെ എത്തുമ്പോഴാണ് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ ഈസൻ ആ ഒരു ഓർഫനേജിലിരുന്ന് ആ ഒരു നീല ഡ്രോയിങ് വരയ്ക്കുന്നത് നമ്മൾ കാണുന്നത്. പക്ഷെ ഈസനിപ്പോൾ ആ ഒരു ഓർഫനേജിൽ ഒരു മെമ്പറൊന്നും ആയിട്ടില്ല, പകരം അവരുടെ ടീച്ചറായിട്ടാണ് അവിടേക്ക് ചെന്നിരിക്കുന്നത്. ഒരുപക്ഷെ അവളുടെ ജീവിതത്തിൽ അവൾ നേരിട്ട എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവളുടെ പോയംസ് ഒക്കെ വായിച്ചതിന്റെ ആ ഒരു ഇൻസ്പിറേഷനിലായിരിക്കാം. എനിവേ ആ ഒരു ഓർഫനേജിലുള്ള അവളെക്കാളും മുതിർന്നതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും അവൾ ഒരു ടീച്ചർ തന്നെയായിരുന്നു. മാത്രമല്ല കുറച്ചേരം എല്ലാം മറന്ന് സ്വസ്ഥായിട്ട് ഒന്നിരിക്കാൻ കൂടി ആയിരിക്കാം ഈസൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓർഫനേജിലേക്ക് പോകുന്നത്. അങ്ങനെ ആ ഒരു ഓർഫനേജിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഈസൻ അവളുടെ ജെജു ഐലൻഡിലുള്ള ആ ഒരു കടലിന് മുമ്പേ ചെന്നിട്ട് അവളുടെ അമ്മയോട്
എന്തിനാണ് അമ്മ ഇത്ര നേരത്തെ മരിച്ചുപോയെന്നും ഒരുപാട് കാലങ്ങൾ കൂടി തങ്ങളുടെ ഒപ്പം ജീവിക്കായിരുന്നില്ലേന്നും കൂടാതെ അമ്മ എങ്ങാനും ഇനി പുനർജനിച്ച് എവിടെയെങ്കിലും ഇരുന്ന് തന്നെ കാണുന്നുണ്ടോന്നൊക്കെ അവളിങ്ങനെ ആ ഒരു കടലിനെ നോക്കി ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഈസൻ അവിടെ നിന്ന് അവളുടെ പണ്ടത്തെ അവളും ഗ്വൻസിക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വീട്ടിലേക്ക് വരുന്നുണ്ട്. മ്യങ്ങാകട്ടെ ഇപ്പൊ ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് അത്യാവശ്യം കാശുകാരി ആയതുകൊണ്ട് തന്നെ ഗ്വൻസിക്കിന്റെയും ഈസന്റെയും ഈസന്റെ അമ്മയുടെയും അവരുടെ മൂന്നാമത്തെ മകനായിട്ടുള്ള ഡൊങ്ങിന്റെ ഒക്കെ ഓർമ്മകൾ ഉണ്ടായിരുന്ന ആ ഒരു വീട് ഇപ്പോ അവളുടെ അമ്മയ്ക്കായിട്ട് വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ്. എത്രയൊക്കെ തന്റെ ഒപ്പം വന്ന് താമസിക്കാനായിട്ട് മ്യങ് പറഞ്ഞെങ്കിലും ആ ഒരു വീടുമായിട്ട് അവൾ അത്ര അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ തന്റെ മരണം വരെ ആ ഒരു വീട്ടിൽ താമസിക്കണം എന്നാണ് ഇപ്പോഴത്തെ ഈസന്റെ ആഗ്രഹം. അങ്ങനെ അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് പണ്ട് ഈസൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പോയംസ് ഒക്കെ മ്യങ്ങാണ് അവളുടെ പരിചയത്തിലുണ്ടായിരുന്ന ഒരു എഡിറ്ററിനൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ശരിക്കും ആ ഒരു എഡിറ്റർ ഇൻ ചീഫാണ് ഈസന്റെ ആ ഒരു പോയംസ് ഒക്കെ പബ്ലിഷ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇതേ സമയം ഈ ഒരു എഡിറ്ററിനെ നമ്മളെ കാണിക്കുകയാണെങ്കിൽ ഈസന്റെ അമ്മയുടെ അതേ ഒരു മുഖച്ചായ തന്നെയാണ് ആ ഒരു എഡിറ്റർക്കുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പിന്നീട് ഈസന്റെ ആ ഒരു പോയംസ് ഒക്കെ വായിച്ച് ആ ഒരു എഡിറ്റർ വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു എഡിറ്ററിന്റെ അസിസ്റ്റന്റ് വന്ന് എന്തിനാണ് മാം കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് എന്തോ ഈ ഒരു പോയംസ് ഒക്കെ വായിച്ച് വളരെ ഫീലായെന്നും എങ്ങനെയൊക്കെ ആയാലും ഈസൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഏറ്റവും അവസാനം അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു എന്ന് പറഞ്ഞ് താൻ ഈസനിൽ വളരെയധികം പ്രൗഡാണെന്നും ഇപ്പൊ ആ ഒരു എഡിറ്റർ പറയുന്നുണ്ട്. ഇതിലൂടെ തന്നെ ഈസന്റെ അമ്മ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിലും അവരമ്മ പറയുന്ന അതേ വാക്കുകൾ തന്നെയാണ് ആ ഒരു എഡിറ്ററും ഇപ്പൊ പറയുന്നത്. ഫ്ലാഷ് ബാക്കിൽ ഇതിനു മുമ്പത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെ പണ്ട് ചെറുപ്പത്തില് ഈസൻ ഗ്വൻസിക്ക് കൊടുത്ത ആ ഒരു റിങ് എറിഞ്ഞു കളഞ്ഞ് പിന്നീട് അത് നോക്കുമ്പോൾ അത് കിട്ടിയില്ലെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്റെ കുട്ടിക്കാലത്ത് ആ ഒരു എഡിറ്റർ തന്നെയാണ് ആ ഒരു റിംഗ് ഒക്കെ വന്ന് തപ്പിയെടുക്കുന്നത്. അങ്ങനെ പിന്നീട് മ്യങ്ങും ഈസനുമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ ഈസൻ തന്റെ ജീവിതത്തെ പറ്റി ഒന്നും കൂടി ആലോചിക്കുന്നുണ്ട്. അമ്മ മരിച്ചതിന് ശേഷം അനാഥയായിട്ടുള്ള ഒരു കുട്ടിയായി മാറി, പിന്നീട് ഗ്വൻസിക്കിനെ കല്യാണം കഴിച്ച് സ്വന്തമായിട്ട് ബോട്ടൊക്കെയുള്ള ഒരു ക്യാപ്റ്റന്റെ ഭാര്യയായി, പിന്നീട് വീണ്ടും മാർക്കറ്റിൽ മീനൊക്കെ വിൽക്കുന്ന വെറും ഒരു സാധാരണക്കാരിയായി, പിന്നീട് ഒരു പോയറ്റായി, ഒരു ടീച്ചറായി താൻ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നേടിയെന്നും അതിൽ അവൾ എത്രമാത്രം ഹാപ്പിയാണെന്നും അവളിപ്പോൾ മ്യങ്ങിന്റെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഫ്ലാഷ് ബാക്കിൽ തന്റെ യൂത്തിന്റെ സമയത്ത് ഈസനും ഗ്വൻസിക്കും കൂടിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചതും താൻ വലുതായിട്ട് ഒരു പോയിന്റ് എങ്ങാനോ ആവുകയാണെങ്കിൽ നല്ല ഡ്രസ്സ് ചെയ്ത് നന്നായി മേക്കപ്പ് ചെയ്ത് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് സ്ഥലങ്ങൾക്കൊക്കെ ട്രാവൽ ചെയ്ത് അങ്ങനെ ജീവിതം എക്സ്പ്ലോർ ചെയ്ത് നടക്കണം എന്നൊക്കെ പറഞ്ഞ് ഗ്വൻസിക്കിന്റെ കയ്യും പിടിച്ച് ആ വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഫീൽഡിൽ കയ്യും കോർത്ത് അവർ രണ്ടുപേരും നടക്കുന്ന ഒരു സീനോട് കൂടിയിട്ട് വെൻ ലൈഫ് ഗിവ്സ് യു ടാങ്കറിൻ എന്ന ആ ഒരു സീരീസ് തന്നെ ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, സാധാരണ കെ ഡ്രാമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലൈഫിൽ ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രതിസന്ധികളും പ്രോബ്ലംസ് ഒക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഇതിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു ഫിക്ഷണൽ സ്റ്റോറി ആണെങ്കിലും ജെജു ഐലൻഡിലെ ഒരുപാട് സാധാരണക്കാരുടെ റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡ്രാമ ഉണ്ടായിരിക്കുന്നത്. സോ ഒത്തിരി ഇമോഷണൽ ആണെങ്കിലും ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു ഡ്രാമ തന്നെയായിരിക്കും ഇത്. സോ ഹോപ്പ് യു ഓൾ എൻജോയ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു ഡ്രാമയായിട്ട് ഉടനെ കാണാം. അതുപോലെ നിങ്ങളുടെ ഡ്രാമയുടെ സജഷൻസ് ഒക്കെ ഞങ്ങൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഈ ഒരു ഡ്രാമയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.